zimeshika my guy. Niko free. Last 30 minutes scene. But guys, yes! അങ്ങനെ ഗൈസ് നമ്മൾ പാക്കപ്പ് ചെയ്തിരിക്കുന്നു ഫൈനലി ആഫ്റ്റർ ഇയേഴ്സ്. അപ്പൊ ഗൈസ് നമ്മളെ ട്രെയിൻ ഇതാ മഡ്ഗോൺ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ജോലി തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളിതാ തിരുവിലേക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ്. ഫുൾ പാക്ക് ആയിരിക്കുകയെന്ന്. ഇനി നമ്മൾ അവിടുന്ന് റെന്റിന് വണ്ടി കിട്ടുന്നു. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് നമ്മൾ പിന്നെയും പോകും. നമ്മളങ്ങനെ റൂമിലേക്ക് പോവാണ് ഗൈസ്. ട്രെയിനിലെത്തി. ഇനി ഒരു 10 minutes കൂടെ. കട്ട വീഴും. എന്താ ഓക്കെ ഇത് ആരാന്നാ പറഞ്ഞേ കേട്ടില്ല. Like to be started on a desert island with Mushur Mustafa. ഓ ചെന്നൈയിലെ ഒരു ചങ്ങായിയാ. And The messiest thing you have done. everything messy ആയിട്ട് ചെയ്യാം. My turn is over. ഇനി ആരാ? ഇതുവരാരും കണ്ടിട്ടില്ല. ശാലിനി ഇതെടുക്ക്. ഇത് നെയിം എ നൈറ്റ്മെയർ ഡേറ്റ് ഫോർ ഈച്ച് പ്ലെയർ. Name a itinerary. നൈറ്റ്മെയർ Nightmare date. മേലേന്ന് എടുക്കാൻ പാടില്ല. എടുക്കാ എടുത്തോ. അല്ല ഇത് ലാസ്റ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. എടാ ഓളെ ക്വസ്റ്റ്യൻ ആൻസർ ഉത്തരം പറയണ്ടേ. Name a nightmare date for each player. ആരാ ഇല്ലെന്ന് വെച്ചാൽ അവർക്ക് ഒരു നൈറ്റ്മെയർ ഡേറ്റ് പറഞ്ഞു കൊടുക്കണല്ലേ. ഓളെന്താ കണ്ടുകൊണ്ട് മനസ്സിലായി. ഞാനും ആലോചിക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഓൾഡ് ഗോവയും വിസിറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ പൂട്ടിയിരിക്കുന്നു. നമ്മൾ ഇനി ഇവിടുന്ന് പോവുകയാണ് ബാക്ക് ടു അവർ റൂം കലാഗുണ്ട കാസാഡ് വില്ലേജ്. അപ്പൊ നമ്മൾ ഇനി ബാഗ ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യും? അപ്പടിയല്ല എവിടേക്കാ നമ്മൾ പോണ്ടേ? ബാഗാബീച്ച് പോയിട്ട് വൈബ് മറ്റേ ഏത് മൂഡ് അമ്പാനെ മൂഡ് അല്ല. പുതിയ പാട്ട് നീ കേട്ടില്ല. ഇവിടെ ഔട്ടാണ്. അപ്പൊ ശരി ഗൈസ് ഇങ്ങനത്തെ കണ്ണാത്ത പാട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. സോ അപ്പൊ നമ്മൾ ഗൈസ് അങ്ങനെ നമുക്ക് ക്ഷീണമൊന്നുമില്ല. വി ആർ നോട്ട് ടയേർഡ്. നമ്മളൊരു 50 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഓടിയിട്ടൊക്കെ വന്നു. നല്ല റോഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ സെറ്റ് ആയിട്ട് വന്നു. സൂപ്പർ റൈഡായിരുന്നു. നടുവാനുണ്ടോ? ഒന്നുമില്ല. അയ്യോ. അപ്പൊ എന്താന്ന് വെച്ചാല്
നമ്മൾ ഓൾഡ് ഗോവ പോയി എല്ലാ ചർച്ചിലൊക്കെ കയറി കഴിഞ്ഞു ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാം കണ്ടു. പിന്നെ നമ്മള് 10 മിനിറ്റിനെ 10 മിനിറ്റ് എന്നൊക്കെ എനിക്ക് തോന്നും. അല്ല, നമ്മൾ 1 മണിക്കൂറിന്റെ മേലെ അവിടെ ഫുള്ള് ഓൾഡ് ഗോവ പ്രത്യേക അനുഗേച്ചിക്ക് കാണണോ പറഞ്ഞു പോയ സ്ഥലമാണ്. എല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ദിൽഷാത്ത ഷൂട്ട് ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ ഫോർട്ട്, അവിടെ പോയി. അവിടെ ഭയങ്കര വെയിലായോണ്ട് നമ്മള് വേഗം ഇറങ്ങി അല്ലേ? അതെങ്ങനെ ഫോണ് ചാർജ് ഉണ്ടായില്ല, ഫോട്ടോസ് എടുക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഫോണ് ചാർജ് ഉണ്ടായില്ലല്ലോ. പിന്നെ നമ്മള് പവർ ബാങ്ക് എല്ലാം സ്കൂട്ടിന്ന് കിട്ടിയോണ്ട് അപ്പഴ ഫോട്ടോ നമ്മള് എന്താ ചെയ്ത് ജസ്റ്റ് എൻജോയ് ചെയ്തു അല്ലേ? എല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്ത് എല്ലാം നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങനെ വാരി ഇറങ്ങിട്ടില്ല. ബിക്കോസ് സെയിം കോസ്റ്റ്യൂം എത്രയും നമ്മൾ എടുക്കുക, നമ്മളിങ്ങനെ കണ്ടോണ്ട് എല്ലാം ആസ്വദിച്ചു. ഇനി നമ്മളെ നോർത്ത് ഗോവ നൈറ്റ് ലൈഫ് നമ്മള് നല്ല ചായ കുഞ്ചോ വിശപ്പേ ഇല്ല, സൂപ്പറായിരുന്നു, നല്ലോണം തട്ടി 2 ബിരിയാണി വിശപ്പേ ഇല്ല. അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാരും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് എല്ലാരും സെറ്റ് അല്ലേ? അപ്പൊ ശരി, നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഓടി. അങ്ങനെ നമ്മള് കാലക്കുണ്ട ബീച്ചിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ആരും നമ്മളെ ശല്യപ്പെടുത്താൻ വന്നിട്ടേ ഇല്ല. നമ്മളെല്ലാം എക്സ്പ്ലോർ നാളെയുള്ള ആകെയുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താ വെച്ചാൽ സൗത്ത് ഗോവ ഒരു 90 കിലോമീറ്റേഴ്സ് കടന്ന് നമ്മൾ നേച്ചറായിട്ട് കുറച്ചൊന്ന് എക്സ്പെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് വിചാരം. എല്ലാം നാളെയാണ്. ഓക്കെ, അപ്പൊ നാളെ സ്റ്റേ ട്യൂൺ പറയുന്നില്ല ജോ. സ്റ്റേ ട്യൂൺഡ്.